അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റത്തെ ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ പറയുന്നത് ഈ ആത്മീയ പാതയിലുള്ളതിനെ പറ്റിയാണ്. ഒരുപാട് ആളുകൾ ഈ ആത്മീയ പാതയിൽ സഞ്ചരിച്ചിട്ട് എങ്ങും എത്താതെ നടക്കുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീവിദ്യ ഉപാസകന്മാർ, അല്ലെങ്കിൽ കാളി ഉപാസന ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിരവധി ഉപാസകന്മാരായിട്ടുള്ള ആളുകൾ, പല പല സമ്പ്രദായങ്ങളിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ, ക്രിയായോഗികൾ, അങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ല രീതിയിൽ പോകുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കുറേ കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഉപാസന രീതിയിൽ പോയിട്ട് ഒരു 5 കൊല്ലം 10 കൊല്ലമൊക്കെ ചെയ്തിട്ട് ഒരു ഗുണം ഇല്ലയെന്ന് പറഞ്ഞിട്ട് അടുത്തയിലോട്ട് പോകും. അവിടെയും കുറേ ആൾ നിൽക്കും, അടുത്തയിലോട്ട് പോകും, വീണ്ടും അടുത്ത ഗുരുവിനെ തേടി പോകുന്നു. അങ്ങനെ ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും ആലോചിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഇവർക്ക് എന്തുകൊണ്ട് അത് എന്തെങ്കിലും ഒരു തലത്തിലേക്ക് അവർക്ക് ഉയരാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് എന്നെപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എനിക്കങ്ങനെ ഒരു സമ്പ്രദായമൊന്നുമില്ല. വാസ്തവത്തിൽ ഞാൻ അങ്ങനെ സമ്പ്രദായത്തിൽ പോയിട്ടില്ല. ഞാൻ റേക്കിയുടെ ടീച്ചറാണ്, റേക്കി മാസ്റ്ററാണ്. റേക്കിയുടെ പാതയിൽ കൂടി നമ്മൾ ഹീലിംഗ്, പഠിപ്പിക്കൽ, അങ്ങനെയുള്ള വിഷയങ്ങളായിട്ട് പോയിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ എവിടെ ഭാഗ്യം കൊണ്ട് എനിക്ക് എൻ്റെ മുജ്ജന്മ സുഹൃതം കൊണ്ടാണ് എനിക്കറിയാം, നമ്മൾ വേറൊരവസ്ഥയിലേക്ക് എത്തി. അതിന് സന്തോഷമുണ്ട്, ഇത് പറയാനും എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാനൊരു പഠനം നടത്തിയായിരുന്നു. ഈ അബോർഷൻ സോളുകൾ നമ്മൾ ഈ ആത്മീയ അന്വേഷകന്മാരെ ബാധിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് കുറേ എനിക്ക് എക്സ്പീരിയൻസ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു സമ്പ്രദായത്തിൽ സഞ്ചരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലോണം ചിന്തിക്കണം. നിങ്ങളുടെ പാരൻസ്, അവരുടെ പാരൻസ്, അല്ല അമ്മമാർ അവല്ല അബോർഷൻ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ആരെങ്കിലും അബോർഷൻ ചെയ്ത സോളുകളുടെ സാന്നിധ്യം നിങ്ങളിലുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് സാധാരണ അധികം ആളുകളൊന്നും ചിന്തിക്കാത്തൊരു മേഖലയാണ്. നമുക്ക് ദുരിതങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ രോഗദുരിതങ്ങളും കഷ്ടപ്പാടുകളും, അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ പഠിക്കാൻ മടി, ദേഷ്യം കയറൽ, അതിൻ്റെ ലക്ഷണങ്ങൾ ഒരുപാട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ആത്മീയവാദികളുള്ളതിനെ പറ്റി നമ്മൾ പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥ ഈ ഉപാസകന്മാർക്കുണ്ടെങ്കിൽ, അതായത് പതിവായിട്ട് ക്ഷേത്രത്തിൽ പോകുന്നു, വായിക്കുന്നു, സഹസ്രനാമം ചൊല്ലുന്നു, വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നു, അങ്ങനെ ഭഗവത്ഗീത, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ ഇതേപോലെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ഇവർക്ക് ഒരുപാട് നെഗറ്റിവിറ്റി ഇവർക്ക് കൂടുതലാണ്. അതിൻ്റെ അകത്ത് കുറച്ച് പേർക്ക് ഞാൻ ഇവരെ ഹീലിംഗ് നേരത്തെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ എനർജി ക്ലിയറിങ്, സോളർ റിലീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്തരം ആളുകൾക്ക് അതിന് ശേഷം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഉപാസന ചെയ്യുന്നതിൽ ഒരു കൂടുതൽ എക്സ്പീരിയൻസുകൾ, കുറേ ലൈറ്റ് കാണൽ, കളേഴ്സ് കാണൽ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വിഷ്വൽസ് വരൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അവർക്ക് പയ്യെ എവേക്കണിങ്ങിൻ്റെ അവസ്ഥയിലേക്ക് വരെ എത്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ സെഷൻ ചെയ്ത ആളുകൾ, ഇപ്പോൾ അവർ ഒരുപാട് ഉപാസനം ചെയ്യുന്ന ആൾക്കാരല്ല, ഒരു 4 പേര് കുണ്ടലിനി റൈസ് ആയിട്ടുണ്ട്. വളരെ അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. കാരണം സാധാരണക്കാരായ ആളുകൾ തന്നെയാണ്, എന്നെപ്പോലെ വളരെ സാധാരണക്കാരായ ആളുകൾ. വലിയ പഠിപ്പും അല്ലെങ്കിൽ ആത്മീയമായ അറിവോ കാര്യങ്ങളൊന്നുള്ളതിലൊന്നുമല്ല, ശുദ്ധമായ മനസ്സ് മാത്രമുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ അവരിലുള്ള ആ സോൾ പ്രസൻസ് നമ്മൾ എടുത്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ പൊടുന്നനവേ തന്നെ അവരറിയാതെ തന്നെ അവരെ കുണ്ടലിനി റൈസായി എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് അവർക്ക് അറിയാം ആരൊക്കെയാണ് ആൾക്കാരെന്നുള്ളത്. 2-3 പേര് വിദേശത്തുള്ള ആൾക്കാരാണ്, ഇവിടെയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ അവരുടെ പറ്റി കൂടുതൽ വിശദാംശങ്ങളിൽ പോകുന്നില്ല. നമ്മളങ്ങനെ ആളുകളെ പറ്റി കൂടുതൽ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കഥകൾ എനിക്ക് പറയാനുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രൈവസി, ആ ഒരു പ്രൈവസിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്തരം ടോപ്പിക്കിലായിട്ട് പോകാറില്ല. പക്ഷേ എല്ലാവരും ഒന്ന് ചിന്തിക്കുക, ഉപാസകന്മാരായ നിങ്ങൾക്ക് എന്തെങ്കിലും അതുപോലുള്ള ഉപാസനയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ജപിക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ജപിക്കാതിരിക്കുമ്പോൾ ഉറങ്ങിപ്പോവുക, ധ്യാനത്തിലേക്കുമ്പോൾ ഉറങ്ങിപ്പോവുക, ദാറ്റ് മീൻസ് നിങ്ങളെ ഏതോ ഒരു ശക്തി നിങ്ങളെ തടസ്സപ്പെടുത്തുന്നുള്ളതാണ്. അപ്പോൾ പണ്ടൊക്കെ ആളുകൾ ഇങ്ങനെ, ഞാൻ എൻ്റെ അടുത്ത് ഉപാസകന്മാരായ ആളുകൾ റെക്കിയൊക്കെ വരുന്ന സമയത്ത് നേരത്തെ ദീക്ഷയൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് ഇവർ പറയും, അയ്യോ സാറേ വാസന എടുത്ത്, പക്ഷേ ദേവിയുടെ കടുത്ത പരീക്ഷണങ്ങളാണ്, നമുക്ക് ചെയ്യാൻ പോയാൽ മൊത്തം പ്രശ്നമാണ്, നമുക്ക് ആ ബുദ്ധിമുട്ട് ഈ ബുദ്ധിമുട്ട്, ബിസിനസ് പൊളിഞ്ഞു പോകണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ എന്നാലും എനിക്കറിയില്ല എന്നാണെന്നോ അതിനെപ്പറ്റി പറയാനായിട്ട്. അപ്പം ഞാൻ ശരിയായിരിക്കും, ഇപ്പോൾ ദേവിയുടെ ആ ഒരു കടുത്ത പരീക്ഷണം കൊണ്ടായിരിക്കും എന്ന് അന്ന് ഞാൻ കരുതി വർഷങ്ങൾക്ക് മുമ്പ്.
പക്ഷേ ഇന്ന് ഞാൻ ധൈര്യമായിട്ട് പറയും, ഉറപ്പായിട്ട് ഞാൻ പറയും, ദേവി ഒരാളെയും പരീക്ഷിക്കില്ല. ദേവിയുടെ ആഗ്രഹം നിങ്ങളെല്ലാവരും ഇതിലൂടെ ഉയർന്ന് മോക്ഷത്തിലേക്ക് പോകണമെന്നാണ് ദേവി ആഗ്രഹിക്കുന്നത്. അവേക്കണിലൂടെ നിങ്ങൾ പോകണമെന്നാണ് ദേവി ആഗ്രഹിക്കുന്നത്. അത് ഞാനും ആ ഒരു ദേവിയായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ എനിക്ക് തരുന്ന മെസ്സേജുകളിൽ ഇത് വളരെ വ്യക്തമാണ്. സാധാരണക്കാരായ വീട്ടമ്മമാർ മുഴുവനും അവേക്കണാക്കുന്നതാണ് ദേവി പറയുന്നത്. നിങ്ങൾ ശുദ്ധമായ മനസ്സോടിയിട്ട് നിഷ്കളങ്കമായ ഭക്തിയോടിരുന്നാൽ മതി, അവർ സ്വമേധയെ ആ ഒരു അവേക്കണ സ്റ്റേറ്റിട്ട് കൊണ്ടുവന്നാണ് ദേവി പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കൊരു നല്ലൊരു വാർത്തയും കൂടിയാണ്. പക്ഷേ അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി പ്യുവർ ആയിരിക്കണം. നിങ്ങളുടെ അകത്ത് ഒരു സോളേ പാടുള്ളൂ, സിംഗിൾ സോളേ പാടുള്ളൂ. നിങ്ങൾ പ്യുവറായിട്ടിരിക്കണം. അപ്പോൾ ഈ സോൾ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനം, ഈ ബാധകൾ, നമ്മുടെ അബോർഷൻ ബാധകൾ അല്ലെങ്കിൽ മരിച്ചുപോയ ആൾക്കാരുടെ ആത്മാക്കളോ മറ്റോ നിങ്ങളുടെ ബോഡിയിലുണ്ടെങ്കിൽ അത് നിങ്ങൾ റിലീസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾ ഇത്ര സ്ട്രഗിൾ ചെയ്യാതെ നിങ്ങൾക്ക് ആത്മീയമായ ആ ഒരു ഉയർച്ച നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടാവും. അത് യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കേസുകൾ ഒത്തിരി കേസുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ നമ്മളൊരു 3 കേസ് ചെയ്തു, ഇനി 2 കൂടിയും ബാക്കിയുണ്ട്. 2 വിദേശത്തുള്ള 2 ആളുകളുടെ കേസുണ്ട്. അത് നമ്മൾ വൈകുന്നേരം നമ്മൾ ചെയ്യും. പക്ഷേ എനിക്കും അതുപോലെ തന്നെ ആദ്യം 1 ചെയ്തിരുന്നു. ഇപ്പം എനിക്ക് 3 4 ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഡെയിലി. കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഞാനത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ദൈവയുടെ ആ ഒരു ബ്ലെസ്സിങ് എനിക്കുള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പരമാവധി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനിത് എത്ര നാൾ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പറ്റാത്തത്രയും കാലം ഞാനിത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഒത്തിരി ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ജീവിതത്തിൽ പരാജയങ്ങൾ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആത്മീയവാദമുള്ള ആൾക്കാരും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിക്കുക, ഒരു അബോർഷൻ എവിടെയെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും സോള് ആരെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും അപകടത്തിൽ മരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കെട്ടിത്തൂങ്ങി മരിക്കുകയോ അല്ലെങ്കിൽ വിഷം കുടിച്ച് മരിക്കുകയോ ആക്സിഡൻറ്റിൽ മരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ആ സോള് ആരെങ്കിലും കൂടെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങളൊന്നുമില്ലെങ്കിൽ ജോത്സ്യൻ്റെ അടുത്ത് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ റീഡേഴ്സ് ഉണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താരോ റീഡർ ഉണ്ട്, നമ്മുടെ വിശ്വലധാരണമുണ്ട്. അവിടെ ചെന്നാൽ അവർ വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും, വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരും. അത് റീഡിങ്ങാണ് കുറച്ചുകൂടി നല്ലത്. ജ്യോതിഷന്മാരെ എനിക്ക് കവടി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ സോളിനെ റിലീസ് ചെയ്യാനുള്ള പ്രോഗ്രാമുകൾ ഇനി എൻ്റെ അടുത്ത് തന്നെ വന്നൊന്നുമില്ല, അത് അറിയാവുന്ന ആളുടെ അടുത്ത് പോയിട്ട് ചെയ്യാം. അതോടെ നിങ്ങൾക്ക് ആത്മീയമായ ഒരു പുരോഗതി ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഇതിനെപ്പറ്റിയുള്ള 4ാമത്തെ വീഡിയോ ആണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.